പകൽക്കാലം കടന്നു വന്ന ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ദൈവവചനത്തിൽ വായിക്കാം. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളും പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. പ്രൈസ് ഗോഡ്. പട്ടണത്തിൻ്റെ സന്തോഷം ദൈവികമായ കണക്ഷനിലുണ്ടാകുന്നു. സ്തോത്രം. പട്ടണത്തിൻ്റെ വിടുതൽ ദൈവസഭയുടെ വിടുതലാണ്. പട്ടണത്തിൻ്റെ വിടുതൽ അത് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തന പുസ്തകമല്ല, അത് പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പുസ്തകമാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ ആരംഭം മുതൽ വാഗ്ദത്തം കേട്ട ജനം വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് പറഞ്ഞതുപോലെ തന്നെ അവൻ സ്വർഗത്തിൽ നിന്ന് തന്നെ ആത്മാവിനെ അയച്ചു. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാകുന്നു, കാരണം ഞാൻ പോകാതെ കാര്യസ്ഥൻ വരികയില്ല. കാര്യസ്ഥൻ വരുന്നത് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്താനാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യം പറയുന്നത്, ഹല്ലേലൂയ, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നവരെ നിങ്ങൾ പട്ടണത്തിൽ കാത്തിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തില് ലൂക്കോസ് എഴുതിയതും അപ്പോസ്തല പ്രവർത്തനം എഴുതിയതും ലൂക്കോസ് ആകുന്നു. ഡോക്ടർ ലൂക്കോസ് ആണ് എഴുതുന്നത്. അവിടെ പറഞ്ഞ വാക്ക് വാഗ്ദത്തം നിവർത്തീകരണത്തിന് വേണ്ടി പട്ടണത്തിൽ കാത്തിരിപ്പീൻ. സ്തോത്രം. അവർ കാത്തിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ കാത്തിരുന്നു. 2-ാം അധ്യായത്തിൽ ആത്മാവ് വന്നു, പ്രവർത്തനം അങ്ങ് ആരംഭിച്ചു. ആത്മാവ് എവിടെ ഇറങ്ങുന്നു അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനം വെളിപ്പെടുക. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം കുടുംബത്തിൻ്റെ അകത്ത് ഇറങ്ങിയ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം വെളിപ്പെട്ടു വരിക. അങ്ങനെ ഈ പട്ടണത്തിൽ വലിയൊരു സന്തോഷമുണ്ടായി. പട്ടണത്തിൻ്റെ സന്തോഷം പരിശുദ്ധാത്മാവിൽ കൂടി നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമ്മൾ പട്ടണത്തിൻ്റെ വാതിലിന് വേണ്ടി പട്ടണവാതിലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ദൈവം അതിനെ തീർത്തു തരുമെന്ന് വാഗ്ദത്തം ചെയ്തതുകൊണ്ട് ഹല്ലേലൂയ, പട്ടണത്തിൻ്റെ മേൽ വ്യാപരിച്ചു നിൽക്കുന്ന പൈശാചിക ശക്തികളെ, അതിൻ്റെ അധികാരങ്ങളെ നിർവീര്യമാക്കിക്കൊണ്ട് സഭ കഴിഞ്ഞ ദിവസമൊക്കെയും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്നു. കാത്തിരിക്കുമ്പോൾ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുക. ഉപവാസത്തിൽ കാത്തിരുന്ന ദൈവജന മറക്കരുത്, സമയമാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരും. ആമേൻ. 1-ാം അധ്യായത്തിൽ കാത്തിരുന്നു, 2-ാം അധ്യായത്തിൽ ആത്മാവ് വന്നു, 3-ാം അധ്യായത്തിൽ മുടന്തൻ ചാടി എഴുന്നേൽക്കുന്നു, 4-ാം അധ്യായത്തിൽ അവരിരുന്ന് സ്ഥലം കുലുങ്ങുന്നു, 5-ാം അധ്യായത്തിൽ കുടുംബത്തിന് ഷാക്കടിക്കുന്നു, 6-ാം അധ്യായത്തിൽ സഭയിൽ പിളർപ്പുണ്ടാകുന്നു, 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു, 8-ാം അധ്യായത്തിൽ സഭയിൽ ഉണർവുണ്ടാകുന്നു, 9-ാം അധ്യായത്തിൽ തർശീസിന്റെ സൗലിനെ ദൈവം സന്ദർശിക്കുന്നു, 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിനെ ദൈവം തൊടുന്നു. ഏത് അധ്യായം തൊടുമ്പോൾ അവിടെ ആക്ഷനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അവിടെ ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന. അങ്ങനെയാണെങ്കിൽ ആത്മാവ് ഇറങ്ങിയ ആത്മാവിന്റെ പ്രവർത്തനം വെളിപ്പെട്ടു വരും. മന്ത്രവാദികൾ മന്ത്രവാദത്തിന്റെ പുസ്തകം കൊണ്ട് താഴെ വെച്ചു, അത് തീയിലിട്ടു, അത് ചുട്ടുകഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ദൈവത്തെ സേവിക്കുക, ഞാൻ യേശുവിനെ സേവിക്കുമെന്ന്. സ്തോത്രം. ജാതിക ശക്തികൾ കീഴടങ്ങണമെങ്കിൽ ബന്ധിക്കണം. സ്തോത്രം. അങ്ങനെ പട്ടണത്തിൽ വലിയൊരു സന്തോഷം. പലപ്പോഴും സഭ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് അല്ല, സഭയ്ക്ക് ദൗത്യമുണ്ട്. സഭ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് എക്ലീഷ്യ
ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് സഭ. കെട്ടിടമല്ല, ഒരു പ്രത്യേക ഉദ്ദേശം. ഒരു പട്ടണത്തിൽ ദൈവം എന്നെ നിന്നെ ആക്കുന്നത് ആ പട്ടണത്തിന്റെ ട്രാൻസ്ഫർമേഷൻ, അതിന്റെ രൂപാന്തരം ഉണ്ടാക്കാനാണ്. ആമേ. ഞാൻ ചോദിക്കട്ടെ, 1-ാം അധ്യായത്തിൽ ആത്മാവിനെ പ്രാപിച്ചപ്പോൾ കാത്തിരുന്നപ്പോൾ 2-ാം അധ്യായത്തിൽ ആത്മാവ് വന്നു, പ്രവർത്തനം അങ്ങ് ആരംഭിച്ചു. എല്ലാ ഇടത്തിലും പരിശുദ്ധാത്മാവിന്റെ ചലനം നടക്കാൻ തുടങ്ങി. ഉപദ്രവങ്ങൾ ഉണ്ടാകും. സഭ എഴുന്നേൽക്കുമ്പോൾ ലോകത്തിന്റെ ശക്തികൾ, അന്ധകാര പിശാചും തന്റെ സൈന്യമായിട്ട് എഴുന്നേൽക്കും. ദൈവമക്കൾ മറക്കരുത്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമ്മൾ ഓർത്തിരിക്കണം. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആവർത്തിക്കപ്പെടും. ആമേ. പട്ടണത്തിന്റെ അത്ഭുതം ശ്രദ്ധിക്കുക. ഇവിടെ AD 61 ഡോക്ടർ ലൂക്കോസ് ഈ അധ്യായങ്ങൾ എഴുതുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്. 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട്. ചിതറിപ്പോയവർ എന്തിനാ ചിതറിപ്പോയി? 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം അനുസരിക്കാത്തപ്പോൾ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അത് ആവർത്തിക്കപ്പെട്ടു. എന്ന് പറഞ്ഞ ദൈവം പറഞ്ഞു, നിങ്ങൾ ഉയരത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ യഹൂദയിലും സമരയിലും യെരുശലേമിലും ലോകത്തിന്റെ അറ്റത്തോളം പോയി നിങ്ങൾ എനിക്ക് സാക്ഷിയായിരിക്കണം. ഇവര് സാക്ഷിയായിരിക്കേണ്ടവരാ. പക്ഷെ എല്ലാവരും യെരുശലേമിൽ തടിച്ചുകൂടി, യെരുശലേം ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി. അതിൽ തന്നെ എല്ലാവരും അവിടെ ഒതുങ്ങിയിരിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, പലപ്പോഴും കഴുകക്കുഞ്ഞിനെ പറക്ക് പഠിപ്പിക്കാൻ ദൈവം കൂടെ ഇളക്കുന്നത് പോലെ ചിലതിൻ്റെ കംഫർട്ട് സോണിനെ ദൈവം ഇളക്കാൻ തുടങ്ങി. ഇളക്കിയപ്പോ ചിതറിപ്പോയി, സകലരും ചിതറിപ്പോയി. ദൈവം ചിതറിപ്പിക്കുന്നത് എന്തിനാ? അല്ലല്ലോ, ചിലത് പോകുന്ന ഇടത്ത് സുവിശേഷമായി എഴുന്നേൽക്കണം. സ്തോത്രം. അപ്പോസ്തലന്മാർ അവർ യെരുശലേമിലായിരിക്കുമ്പോൾ ചിതറിപ്പോയ ഒരു കൂട്ടം ജനം അവർ ചെന്നിടത്തൊക്കെയും സുവിശേഷം എത്തിച്ചു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവം ചിലപ്പോൾ നമ്മളെ ചിതറിപ്പിക്കുന്നത്, അങ്ങും ഇങ്ങുമായിട്ട് ദൈവം നമ്മളെ അയക്കുന്നത് പോകുന്നയിടത്ത് യേശുവിനെ സുവിശേഷീകരണം ചെയ്യാനാണ്. സമരിയ പട്ടണം സന്തോഷത്തിൽ, the great joy in the city എന്ന് പറയാൻ കാരണമെന്നാ, സന്തോഷം വരാൻ കാരണമെന്നാ. ഫിലിപ്പോസിന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് ഇത് നടന്നതല്ല. ഫിലിപ്പോസിന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് അവസ്ഥകൾക്ക് മാറ്റം വന്നതല്ല. ഒറ്റ ദിവസം കൊണ്ട് നടന്ന സംഭവമല്ല. ഇതിന്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. വായിക്കുമ്പോ കേൾക്കുമ്പോ നോക്കുന്നത്, സ്തോത്രം, ഫിലിപ്പോസ് ഒറ്റ പ്രസംഗം പ്രസംഗിച്ചു, പട്ടണം വിടുവിക്കപ്പെട്ടു. അല്ല, അതിന്റെ പുറകിൽ വില മുടക്കിയ ഒരു യേശുവുണ്ട്. ആമേ. 4 കാര്യങ്ങളാണ് അവന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. സുവിശേഷ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ. 1, അവൻ സുവിശേഷ വചനം പ്രസംഗിച്ചു. 2, ക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. 3, യേശുവിന്റെ നാമം പ്രസംഗിച്ചു. 4, ദൈവരാജ്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. 4 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 1, സുവിശേഷ വചനം പ്രസംഗിച്ചു. വചനമാണ് നമ്മുടെ അടിസ്ഥാനം. വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അത് സമ്മതിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. അതിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. വചനത്തിന് ജീവനുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. വചനം പാലാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വചനം കൈക്ക് കണ്ണാടിയാകുന്നു. പകൽക്കാല കല്ലായ ഉള്ളങ്ങളെ ഹല്ലേലൂയ
സ്തോത്രം, ഈ വചനം മെഴുകുപോലെ ഉരുക്കാൻ കഴിവുള്ളതാണ് ദൈവവചനം. ഏത് പാവിയെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നത് ദൈവവചനമാണ്. നമ്മുടെ പ്രസംഗങ്ങളിൽ വിശേഷം മാത്രമാകരുത്, സുവിശേഷം ഉണ്ടാകണം. സുവിശേഷമുണ്ടോ അവിടെ ദൈവവചനം ഉണ്ടായിരിക്കണം. 1 ഫിലിപ്പോസ് ദൈവവചനം പ്രസംഗിച്ചു. 2 ക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ക്രിസ്തുവിനെ വെളിപ്പെടുത്തു. ഒരു പട്ടണത്തിൻ്റെ വിടുതൽ ഞാൻ കൂടെ ആവർത്തിക്കാൻ, ഒരു സഭയിൽ ഒതുങ്ങി പോകരുത്. ഒരു സഭ അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം പട്ടണങ്ങളെ പിടിച്ചെടുക്കണം. പട്ടണം പിടിച്ചെടുക്കണമെങ്കിൽ ദൈവവചനം വാരി വിതരണം. വചനം മാത്രം പോരാ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. ക്രിസ്തു, യേശു എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം അവൻ രക്ഷിതാവ്, തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിച്ച് കാക്കുന്നവനാണ് യേശു എന്ന്. സ്തോത്രം. ക്രിസ്തു എന്ന് പറഞ്ഞ അഭിഷക്തൻ എന്ന് പറഞ്ഞ നുകങ്ങളെ തകർക്കാൻ ശക്തിയുള്ളവനാ. പിശാച് കരുതി കൂട്ടിയ, പിശാച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ വ്യക്തികൾക്കും നേരെ വെച്ചിരിക്കുന്ന നുകങ്ങളെ തകർക്കണമെങ്കിൽ ക്രിസ്തു വെളിപ്പെടണം. പട്ടണത്തിന്മേൽ വെച്ചിരിക്കുന്ന നുകങ്ങൾ തകർക്കപ്പെടണമെങ്കിൽ ക്രിസ്തു വെളിപ്പെട്ടു വരണം. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറ. ക്രിസ്തു എന്ന് പറഞ്ഞ അഭിഷക്തനെ വെളിപ്പെടുത്തി. 3 യേശുവിന്റെ നാമം പ്രസംഗിച്ചു. യേശുവിന്റെ നാമം അവൻ പ്രസംഗിച്ചു. അപ്പൊ നിങ്ങൾ ഓർക്കരുത് യേശുനാമക്കാരായിരിക്കുമെന്ന്. യേശുനാമം എന്ന് പറഞ്ഞ, ഞാൻ പറഞ്ഞ യേശുനാമക്കാരുടെ വിഷയം അല്ല, ദുരുപദേശം അല്ല. യേശുനാമം പ്രസംഗിച്ചു. ഏത് മീറ്റിംഗിലാകട്ടെ, ഏത് സ്ഥലത്താണെങ്കിലും യേശുവിൻ്റെ നാമം ഉയർത്തിപ്പിടിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പിതാവ് ഒരുവനെ ആകർഷിച്ചില്ലെങ്കിൽ ആരും പുത്രനെ കൈക്കൊള്ളുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുട്ടും മടങ്ങും. ലോകത്തിൻ്റെ സകല ശക്തികളും, മന്ത്രവാദ ശക്തികളും, പൂജാശക്തികളും, പട്ടണത്തെ ഭരിക്കുന്ന ദുരാത്മശക്തികളും ഈ യേശു നാമം വിളിച്ചു പറയുമ്പോൾ അത് മുട്ടുമടക്കിയേ പറ്റും. അത് വിശ്വസിക്കുന്നവർ ആ നാമം ഒന്ന് ഏറ്റുപറയണം. യേശുവിൻ്റെ നാമം വിളിച്ചു പറയുമ്പോൾ വിടുതലുകൾ നടക്കും. സിമ്പിൾ ഗോസ്പൽ. 1 ദൈവവചനം, 2 ക്രിസ്തുവിനെ വെളിപ്പെടുത്തി, 3 യേശുവിൻ്റെ നാമം പ്രസംഗിച്ചു. ഇന്ന് ലോകത്തിൽ പലരും യേശുവിൻ്റെ നാമം ഉച്ചരിക്കാൻ നാണിക്കുന്നുണ്ട്. നിങ്ങൾ വെസ്റ്റേൺ കൺട്രിയിൽ പോകുമ്പോൾ ഈവൻ they don't use the name Jesus. അവർ യേശു എന്ന നാമം ഉച്ചരിക്കാൻ ഭയപ്പെടുന്നു. They use God. ദൈവം എന്ന് മാത്രം പറയും. എല്ലാ ദൈവങ്ങളെ പോലെയല്ല എൻ്റെ ദൈവം യേശു. അവൻ 10,000ങ്ങളിൽ സുന്ദരനാ. ഹല്ലേലൂയ. അവൻ തന്നെ ആൽഫ, അവൻ തന്നെ ഒമേഗ. ഹല്ലേലൂയ. അവൻ തുടക്കമിട്ട അവൻ തന്നെ അവസാനിപ്പിക്കുന്നവനാ എൻ്റെ ദൈവം. ഹല്ലേലൂയ. യേശുനാമം നമ്മൾ വിളിച്ചറിയിക്കാൻ ഒരു ലജ്ജ കൂടരുത്. എവിടെയാണെങ്കിൽ അവസരം കിട്ടിയ യേശുവിൻ്റെ നാമം ഉയർത്തിപ്പിടിക്കണം. ഉണർവ്, പട്ടണത്തിൽ ഉണർവ് ഉണ്ടാകണമെങ്കിൽ സിമ്പിൾ തിങ്, 4 കാര്യങ്ങൾ. 4ാമത്തത് ദൈവരാജ്യം പ്രസംഗിക്കണം. സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന് അറിയപ്പെടുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ജനത്തിൻ്റെ അകത്ത് പറയണം. ഈ 4 പോയിന്റുള്ള പ്രസംഗം, ഒത്തിരി പ്രസംഗങ്ങൾ നമ്മളും കേട്ടിട്ടുണ്ട്, പ്രസംഗിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് 3000 പ്രസംഗം പ്രസംഗിച്ചാൽ പോലും 3 ആത്മാക്കൾ പോലും രക്ഷിക്കപ്പെടുന്നില്ല? പക്ഷേ ഫിലിപ്പോസ് ഒറ്റ പ്രസംഗം കൊണ്ട് പട്ടണം വിടുവിക്കപ്പെട്ടു. ഇത് എങ്ങനെ സാധ്യമായി? അതിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. സമറിയ പട്ടണം എന്ന് പറയുന്നത്
പാരമ്പര്യം എന്ന് പറഞ്ഞ ഒരു പട്ടണമാണ് സമരിയ എന്ന് പറയുന്നത്. ഇവർ ദൈവത്തിൽ ഭയപ്പെടുന്ന ഒരു കൂട്ടരായിരുന്നു. ദൈവത്തെ സേവിക്കുന്നവരും മാത്രമല്ല, ദൈവത്തെ ഭയപ്പെടുന്നവർ മാത്രമല്ല, ഇവർ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ സത്യ ആരാധനയെ വിശ്വസിക്കുകയും മറ്റുള്ള അന്യ ആരാധനകൾക്ക് പങ്കുചേരുകയും ചെയ്യുന്ന 50-50 ആയിട്ട് ജീവിക്കുന്നവ. നിങ്ങൾ ദൈവവചനത്തിൽ 2 കിങ്സ് 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അങ്ങനെ ഈ ജാതികൾ സമരിയാക്കാരെ കുറിച്ച് പറയുന്നത്, അങ്ങനെ ഈ ജാതികൾ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. പിതാക്കന്മാർ ചെയ്തതുപോലെ പുത്രന്മാരും പൗത്രന്മാരും ഇന്നുവരെ ചെയ്തു വരുന്നു. ഈ സമരിയ പട്ടണത്തിന് ഒരു പാരമ്പര്യമുണ്ട്. അവർ ദൈവത്തെ, യഹോവയായ ദൈവത്തെ ഭജിക്കുന്നവരും വിഗ്രഹങ്ങളെ സേവിക്കുന്നവരുമാകുന്നു. ഇത് രണ്ടും നടക്കാൻ പറ്റത്തില്ല. ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും വരാൻ പറ്റുകയില്ല. ഒരു പട്ടണത്തിൻ്റെ ഉണർവ് ഉണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ നാമം അവിടെ ഉയരണം. വിശ്വസിക്കുന്ന രാമയും പറഞ്ഞാട്ടെ. ചിലയിടത്ത് ഉണർവ് ഉണ്ടാകാത്തതിൻ്റെ കാരണം 50-50 പകുതി ലോകം പകുതി ആത്മീയം. പകുതി ജീവിതം ലോകപ്രകാരം ലോകത്തിൻ്റെ ആഡംബരത്തിൽ ജീവിക്കുകയും പിന്നെ ഉണർവിന് വേണ്ടി കർത്താവേ എന്ന് പറയും. നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അവിടെ ആവശ്യമുള്ളത് യേശുവിൻ്റെ അഭിഷേകം വെളിപ്പെടണം. ഇനി ശ്രദ്ധിക്കുക. ഈ പട്ടണത്തിൻ്റെ അകത്ത് സന്തോഷമുണ്ടാകണമെങ്കിൽ എന്താ കാരണം? അങ്ങനെയാണെങ്കിൽ 4 പോയിന്റുള്ള ഫിലിപ്പോസിന്റെ പ്രസംഗം കൊണ്ട് ഇവിടെ ഉണർവ് നടന്നില്ല. സമരിയ പട്ടണത്തിന്റെ സ്വഭാവം നോക്കിയാൽ ഉണർവ് നടക്കാൻ പറ്റുകയില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവരാജ്യത്തിന്റെ തത്വം എന്ന് പറയുന്നതിന്, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വിതയ്ക്കുന്നതും കൊയ്യുന്നതും. ആമേൻ. ദൈവരാജ്യത്തിന്റെ 2 പ്രത്യേക കാര്യമാണ്. ഒന്ന്, വിതച്ച കൊയ്യാൻ സമയമെടുക്കും. വി മസ്റ്റ് വെയിറ്റ്. ഇന്ന് പ്രാർത്ഥിച്ചു, ഇപ്പൊ എല്ലാം സൂപ്പർഫിഷ്യലാ, ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റാ. വന്ന് കയറി ഉടനെ വിടുതൽ കിട്ടണം, വന്ന ഉടനെ അത്ഭുതം കാണണം. ഞാൻ പറയട്ടെ, അത്ഭുതം കാണണം എന്നല്ല, ദൈവത്തിന്റെ സമയത്തിന് കാത്തിരിക്കണം. ആമേൻ. ഇൻസ്റ്റന്റ്. ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റ് ആണല്ലോ, എല്ലാം ഇൻസ്റ്റന്റ്. റവ ഇഡ്ഡലി, ബിരിയാണി വരെ ഇൻസ്റ്റന്റ്. ഒരു കാലത്ത് എൻ്റെ അമ്മ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സ്വത്രം രാവിലെ തുടങ്ങും, 3 മണിയായാലും തീരത്തില്ല. സ്വത്രം നാട്ടുകാർക്കെല്ലാം സ്മെല്ല, ബിരിയാണിയുടെ സ്മെല്ല. ഇപ്പം 3 മിനിറ്റ് മതി, മൈക്രോവേവിൽ വെച്ച് അങ്ങ് ചൂടാക്കിയാൽ മതി, ബിരിയാണി റെഡിയാ. സ്വത്രം ഇൻസ്റ്റന്റ് വിശ്വാസികളും ആയിപ്പോയി. പള്ളിയിൽ ചർച്ചിൽ കയറി വരുമ്പോൾ തന്നെ വിടുതൽ കിട്ടണം, ഉടനെ അത്ഭുതം കാണണം, ഉടനെ വിടുതൽ കാണണം, ഉടനെ സൗഖ്യം കാണണം, ഉടനെ കുഞ്ഞിൻ്റെ വിവാഹം കഴിയണം, ഉടനെ ജോലി കിട്ടണം, ഉടനെ പ്രൊമോഷൻ കിട്ടണം, ഉടനെ വലിയ ആളെന്ന് വലിയ പുള്ളിയെന്ന് കാണിക്കണം. എൻ്റെ പൊന്നു സഹോദര സഹോദരി, ദൈവരാജ്യത്തിൻ്റെ പ്രമാണം വിത്ത് വിതച്ച് അത് കിളിർത്ത് അത് ഫലം കായ്ക്കുന്നവരെ നീ വെയിറ്റ് ചെയ്യണം. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്ക്. ഇന്ന് പകൽക്കാല പട്ടണത്തിന് വിടുതലിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ കണ്ണുനീരോടെ വിതച്ചത് അർപ്പോടെ കൊയ്യുന്ന ഒരു നാൾ വരും. നമ്പർ 2, ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, വിതയ്ക്കുന്നവൻ ഒരുവൻ, കൊയ്യുന്നവൻ മറ്റൊരുത്തനാണ്. നമുക്ക് നമ്മൾ വിതച്ച് നമ്മൾ തന്നെ കൊയ്തെടുക്കണം. ദൈവവചനം പറയുന്നത് അങ്ങനല്ല. വിതയ്ക്കുന്നവൻ ഒരുവൻ, കൊയ്യുന്നവൻ മറ്റൊരുവനാ. ഞാൻ പറഞ്ഞതല്ല, യേശു കർത്താവ് പറഞ്ഞതാ. വചനത്തിന്റെ പ്രമാണത്തിൽ അങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം. ഒരു വ്യത്യാസമില്ല, സഭ വ്യത്യാസമില്ല,
എവിടെയെങ്കിലും ആത്മാക്കൾ രക്ഷിക്കപ്പെടട്ടെ. ദൈവരാജ്യത്തിന്റെ കാഴ്ചപ്പാട് ആര് സുവിശേഷം പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ആത്മാവ് രക്ഷിക്കപ്പെടട്ടെ. ഇപ്പൊ അങ്ങനല്ല. എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ്. സ്വത്രം. ഞാൻ കൊണ്ടുവന്ന ആത്മാവ, ഞാൻ പിടിച്ച ആത്മാവ, ഞാൻ. അവിടെ ദൈവവും ഇല്ല, പുള്ളി മാത്രമേ കാണത്തുള്ളൂ. ആമേ. എനിക്കൊരു കാര്യം മനസ്സിലായി. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞു, ഇംഗ്ലീഷിൽ മൈ സോൾ എന്നാ പറയുന്നേ, അവൻ അവസാനം സൂര്യശോലും കിട്ടത്തില്ല എന്നാ. സ്വത്രം. ആമേ. എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ്. വിതയ്ക്കുന്നവൻ ഒരുവൻ. നമുക്കുള്ള കുഴപ്പം, നമ്മൾ വിതച്ച് നമ്മൾ തന്നെ എങ്ങനെ കൊയ്തെടുത്തോണ്ടിരിക്കണം. അവിടെ തന്നെ. നോ, ദിസ് ഈസ് നോട്ട് ദ കിങ്ഡം, ദാറ്റ് ഈസ് നോട്ട് ദ കിങ്ഡം. വിതയ്ക്കുന്നവൻ ഒരുവൻ. ആരോ വിതച്ചു, ആരോ കൊയ്തെടുത്തു. സ്വത്രം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, വിതയ്ക്കുന്നവനും നെടുന്നവനും നനയ്ക്കുന്നവനും ഒന്നുമല്ല, വളർത്തുമാറാക്കുന്നവൻ ദൈവമത്രേ. വിശ്വസിക്കുന്നവർ ആമേൻ പറ. പട്ടണത്തിൽ ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ വിശ്വാസികളുടെ മനസ്സ് വിശാലമാകണം. അവർ സ്വന്തം സഭ, സ്വന്തം രാജ്യമല്ല, ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്താഗതി അവർക്ക് വരണം. ഞാൻ ചോദിക്കട്ടെ, ഫിലിപ്പോസ് ഒറ്റ പ്രസംഗം കൊണ്ട് നാല് പോയിന്റുള്ള ഒരു പ്രസംഗം, 4 പോയിന്റോ, ഇവിടെ 10 പോയിന്റുള്ള പ്രസംഗം പ്രസംഗിച്ചിട്ട് 10 ആത്മാക്കളെ കിട്ടുന്നില്ല. പട്ടണം പോട്ട്, സ്വന്തം കുടുംബം പോലും വിടുവിക്കപ്പെടുന്നില്ല. ദൈവവചനം പറയുന്നു, ഫിലിപ്പോസിന് 4 പോയിന്റ് കൊണ്ടല്ല വിടുതൽ നടന്നത്. ഐ കമാൻഡ് ഇൻ ജീസസ് നെയിം. പട്ടണത്തിന്റെ വിടുതൽ എന്ന് പറയുന്നത് അതിന്റെ പുറകിൽ ആരോ വില മുടക്കിയിട്ടുണ്ട്. ആരാ വില മുടക്കിയത്? യേശു കർത്താവ് വില മുടക്കി. ആമേ. സമറിയ പട്ടണത്തിൽ ആദ്യം യേശു കർത്താവ്, നിങ്ങൾ വായിച്ചേ, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ വായിച്ചേ. കൊയ്ത്തു വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലയോ? നിങ്ങൾ തല പൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊയ്ത്തിന് വേണ്ടി നിലം വെളുത്തിരിക്കുന്നു. ഞാൻ പറയുന്നു, കൊയ്ത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമുണ്ട്. അതിന്റെ വിളവ് കൊയ്തെടുക്കേണ്ട സമയമായി. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പീൻ. ദാറ്റ് മീൻസ് ആരെ വീട്ടിലെ കോഴി കൂയാലും സ്വത്രം, നിനക്ക് നേരം വെളുത്താ പോറിയോ? ദൈവരാജ്യത്തിന്റെ കോൺസെപ്റ്റ് ഉള്ളവൻ, സ്വർഗരാജ്യത്തിന്റെ കോൺസെപ്റ്റ് ഉള്ളവൻ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. യേശു പറഞ്ഞു, നനയ്ക്കുന്നവൻ എങ്ങനെ? വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിൽ ഒത്തിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ വിതയ്ക്കുന്നവൻ ഒരുത്തൻ, കൊയ്യുന്നവൻ വേറെ ഒരുത്തന്. ആരോ പ്രവർത്തിച്ചു എവിടെയോ? എന്നോട് സുവിശേഷം പറഞ്ഞ പാസ്റ്ററിൻ്റെ അണ്ടറിലാണ് ഞാൻ നിൽക്കുന്നത്? ഇല്ലല്ലോ. എന്നോട് സുവിശേഷം പറഞ്ഞ പാസ്റ്റർ ഇപ്പം ഡൽഹിയിലുണ്ട്. സ്വത്രം. ഞാൻ ബാംഗ്ലൂരിലുണ്ട്. വിതയ്ക്കുന്നവൻ ഒരുത്തൻ, കൊയ്യുന്നവൻ മറ്റൊരുത്തൻ. സമറിയ പട്ടണത്തിൽ ദൈവവചനത്തിന് ശക്തിയുണ്ട്. യേശു സമറിയ പട്ടണത്തിൻ്റെ ഉണർവ് കണ്ടുകൊണ്ട്, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഉണർവിനെ കണ്ടുകൊണ്ട് സമറിയയ്ക്ക് വേണ്ടി യേശു വിത്ത് വിതച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, യെശയ്യാ പ്രവചന പുസ്തകം 55-ാം അധ്യായത്തിൽ 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, നിങ്ങളുടെ ആലോചന എൻ്റെ ആലോചന അല്ല എന്ന് പറഞ്ഞ, എൻ്റെ പ്ലാൻ അല്ല ദൈവത്തിൻ്റെ പ്ലാന്, എൻ്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ദൈവത്തിൻ്റെ വഴി എൻ്റെ പ്ലാനിലിരുന്ന് ദൈവത്തിൻ്റെ വഴി ഉന്നതമായിരിക്കുന്നു. ആമേൻ. നമ്മുടെ തിങ്കിങ് ലെവൽ
ഞാൻ വിതച്ചു, ഞാൻ തന്നെ കൊയ്തെടുക്കണം. ദൈവത്തിന്റെ പദ്ധതി വേറെ. ദൈവം നിന്നെ ആക്കി വെച്ചു, നിന്നെ നിയമിച്ചു, ദൈവം നിന്നെ അഭിഷേകം ചെയ്തു. വിതയ്ക്കുന്നവൻ ഒരുവൻ, കൊയ്യുന്നവൻ മറ്റൊരുവൻ. ആമേൻ. വായിച്ചോ 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 വായിച്ചോ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ആകാശം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ, അത് വെറുതെ എന്റെ അരികിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഞാൻ അയച്ച കാര്യങ്ങൾ സാധിപ്പിക്കുകയും ചെയ്യും. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. അങ്ങനെ ആണെങ്കിൽ ഇത് എവിടെയാ തുടക്കമിട്ടത്? യേശു സമറിയ സ്ത്രീയോട് സംസാരിക്കുന്നു. നട്ടുച്ച നേരത്ത് സമറിയ സ്ത്രീയോട് സംസാരിക്കുന്നു. അല്ലയോ നീ യഹൂദൻ, ഞാൻ സമറിയക്കാരി, എന്നോട് നിനക്ക് സംസാരിക്കാൻ കാര്യമുണ്ടോ? സഹോദരി, നിന്നെ കണ്ടിട്ടല്ല, സമറിയ പട്ടണത്തെ കണ്ടിട്ടാ യേശു സംസാരിക്കുന്നത്. ശിഷ്യന്മാർ കാണുന്നത് നട്ടുച്ച നേരത്ത് ഒറ്റയ്ക്ക് ഉള്ള ഒരു സ്ത്രീയോടെ യേശുവിന് എന്ത് കാര്യം? യേശു കാണുന്നതല്ല ശിഷ്യന്മാർ കാണുന്നത്. യേശു കാണുന്നത് സമറിയ പട്ടണത്തിന്റെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഉണർവാണ്. പക്ഷെ ശിഷ്യന്മാർ കാണുന്നത് സ്ത്രീയോട് സംസാരിക്കുന്ന യേശുവിനെയാണ്. മനസ്സിലാക്കിയവർക്കായി സ്തോത്രം. ആമേൻ. ക്രിസ്തു യേശുവിൻ്റെ മനസ്സ് നിങ്ങളിലും വരട്ടെ. ഹല്ലേലൂയ. അവൻ്റെ മനസ്സ് നിങ്ങളിലും വരട്ടെ. യേശു നോക്കുന്നത് സമറിയ പട്ടണത്തിൻ്റെ ഭാവിയിൽ നടക്കുന്ന ഉണർവാണ്. ശിഷ്യന്മാർ നോക്കുന്നു ഒരു സ്ത്രീയോടെ നട്ടുച്ച നേരത്തിൽ യേശു എന്തിന് സംസാരിക്കണം? യേശു ഭാവിക്കുള്ള വിത്ത് വിതച്ചുകൊണ്ടിരുന്നു. യേശുവിനറിയാം വിതയ്ക്കുന്നവൻ ഞാനാ, കൊയ്യാൻ അടുത്ത ഒരു തലമുറ എഴുന്നേൽക്കാം. അന്ന് പകൽക്കാലം കരയുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വിതച്ചോ, ഹല്ലേലൂയ, ഒരു തലമുറ എഴുന്നേൽക്കാം. കൊയ്തെടുക്കാനുള്ള സമയം വരാം. വിശ്വസിക്കുന്നവർ ആമേൻ പറ. പക്ഷെ വിതയ്ക്കുമ്പോൾ നിങ്ങൾ എന്താ വിതയ്ക്കുന്നതെന്ന് വിശ്വസിക്കണം. ദൈവവചനം പറയുന്നു, നിങ്ങൾ വിതയ്ക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് വിതയ്ക്കരുത്. മിക്സഡ് സീഡ് ദൈവവചനത്തിന്റെ പ്രമാണമല്ല. സ്വത്രം. ആമേ. മിക്സഡിന് എന്നാ പറയുന്നത്? മലയാളത്തിൽ എന്നാ പറയുന്നത്? ഇടകലർക്കരുത്. ആമേ. നെഗറ്റീവും പോസിറ്റീവും ഇടകലർക്കരുത്. വിശ്വാസിയും അവിശ്വാസിയും ഇടകലർക്കരുത്. അപ്പൊ വിത്ത് ദൈവവചനത്തിന്റെ പ്രമാണം. ഞാൻ ഒരു വാക്യം വായിച്ചേ. ലേവ്യ പുസ്തകം 19:19. നിങ്ങൾ ചട്ടങ്ങൾ പ്രമാണിക്കണം. രണ്ടു തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്. നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത്. കൂട്ടുവിത്ത്, അതാണ് പദം. കൂട്ടുവിത്ത്. സ്വത്രം എന്ന് പറഞ്ഞ നീ വിതയ്ക്കുന്ന വിത്ത്, നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക്, അത് നാശവും പറയരുത്. സ്വത്രം. ചിലരങ്ങനെ വാ തുറന്ന് മുടിഞ്ഞു പോകട്ടെ എന്ന് പറയും. പിന്നെ കർത്താവെ രക്ഷിക്കണമെന്ന് എങ്ങനെ നടക്കും? സ്വത്രം പറയാ നമ്മൾ പിടികിട്ടി. സ്വത്രം. ആമേൻ. എന്ത് വിത്താ വിതയ്ക്കരുത്? കൂട്ടുവിത്ത്. സ്വത്രം. ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കും, പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെയും പറയാ ഈ പട്ടണം ഒരിക്കലും ഗുണം പിടിക്കത്തില്ലെന്ന് പറയരുത്. കൂട്ടുവിത്ത് നമ്മൾ വിതയ്ക്കരുത്. നെഗറ്റീവ് പറഞ്ഞിട്ട് പോസിറ്റീവ് തിങ്ക് ചെയ്ത് പോസിറ്റീവായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആ പട്ടണത്തെ ശപിക്കരുത്. കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കുടുംബക്കാരെ ശപിക്കരുത്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സഭയെ ദോഷം പറയരുത്. നമ്മൾ പ്രാർത്ഥിക്കും പ്രവർത്തിക്കുന്നതും രണ്ടും ഒന്നായിരിക്കട്ടെ. ഞാൻ ഒന്നേ ആഗ്രഹിക്കുന്നു, അത് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ആമേ. കൂട്ടുവിത്ത് വിതയ്ക്കരുത്. ശ്രദ്ധിക്കുക. ഈ ഉണർവ് നടക്കുമ്പോൾ
സംഭവങ്ങൾ വളരെ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. പട്ടണം അത് കേട്ടു കണ്ടു. ഫിലിപ്പോസിന്റെ വാർത്തകൾ അവർ കേട്ടു. ആ വാർത്തകൾ, അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങൾ അവർ കണ്ടു. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. ആമേൻ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവവചനത്തെ ദൈവം ഉറപ്പിക്കും. വചനമുള്ളയിടത്ത് അത്ഭുതങ്ങൾ നടക്കും, വിടുതലുകൾ നടക്കും, രോഗസൗഖ്യം നടക്കും. യേശുവിന്റെ നാമത്തില് പട്ടണത്തെ പിടിക്കാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ദൈവവചനം പറയുന്നേ. ഒന്നുകൂടി ഒരു ചിന്ത കൂടി കൊണ്ടുവരട്ടെ. അവിടെ പറയുന്നത്, അവൻ വായിച്ചു. അപ്പോസ്തല പ്രവർത്തനം 8:6 മുതൽ വായിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. ശ്രദ്ധിക്കണം. ദൈവവചനം പ്രസംഗിക്കുമ്പോ, ഭൂതങ്ങൾ അലരുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ആ പട്ടണത്തെ അല്ലല്ലേ, ആ പട്ടണത്തിൽ അടിസ്ഥാനം ഉറപ്പിച്ച് നിൽക്കുന്ന ആ ശക്തികൾക്ക് ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ല. അത് അലറി വിളിക്കും. ഹല്ലേലൂയ. ദൈവവചനത്തിന് ശക്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭകളിൽ ശബ്ദം ഉയർത്തുമ്പോൾ ഓർത്തോളൂ, വചനം പറയുമ്പോൾ പരിസരത്തിലിരിക്കുന്ന പൈശാചിക മണ്ഡലം ഇളകും. ഉച്ചത്തിൽ വലിയൊരു ശബ്ദത്തിൽ ഭൂതങ്ങൾ പുറത്തു വന്നു. അപ്പോ ഈ ഭൂതമാണ് പലതിനെയും തളർത്തിക്കളഞ്ഞിരിക്കുന്നത്. പക്ഷപാത രോഗക്കാരെന്ന് എന്ത് പറഞ്ഞ നിനക്ക് സ്വാധീനം നഷ്ടപ്പെട്ടു. നിനക്ക് കൈയുണ്ട്, ചലിക്കുന്നില്ല. കാലുണ്ട്, ചലിക്കുന്നില്ല. നിനക്ക് എന്തോ പറയണമെന്നുണ്ട്, നാക്ക് ചലിക്കാൻ പറ്റുന്നില്ല. എന്നാ കാരണം? പട്ടണത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ നിന്റെ ചലനത്തെ അത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. തളർവാദം എന്ന് പറയുന്നത്, പാരലൈസ് എന്ന് പറയുന്നത് നിന്റെ സ്വാധീനത്തെ നഷ്ടപ്പെടുത്തുന്നത്. ചലിക്കത്തില്ല. കൈയുണ്ടോ? ഉണ്ട്. സഭയുണ്ടോ? ഉണ്ട്. ഉണർവുണ്ടോ? ഇല്ല. ചലിക്കുന്നുണ്ടോ? ഇല്ല. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് ഒരു പൈശാചിക ശക്തിയാ. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്, പുൾ ഡൗൺ ദ സ്ട്രോങ് ഹോൾഡ്സ്. ഹല്ലേലൂയ. പട്ടണത്തിൽ വ്യാപരിക്കുന്ന അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ ഒന്ന് വഴിച്ച് താഴോട്ടിടുക. ഹല്ലേലൂയ. പട്ടണത്തിൽ വലിയൊരു സന്തോഷം നടക്കണമെങ്കിൽ ഭൂതശക്തികൾ പട്ടണം വിട്ട് പുറത്തു പോകണം. ചിലതിനെ പാരലൈസ് ആക്കിയിരിക്കുക, ചിലതിനെ പാരലൈസ് ആക്കിയിരിക്കുക. അല്ലല്ല, ചിലതിനെ പാരലൈസ് ആക്കി, ഫൈനാൻസ് പാരലൈസ് ആക്കി, ചിലതിന്റെ കുടുംബത്തിന്റെ അകത്ത് പാരലൈസ് ആക്കി, ചിലതിന്റെ അഭിഷേകത്തെ പാരലൈസ് ആക്കിയിരിക്കുക. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തില് പുറത്തു പോകാം. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. പാരലൈസ് മാത്രമല്ല, രോഗം ഭൂതമിളകി ഉച്ച ശബ്ദത്തോടെ നിലവിളിച്ചു. തളർവാദ രോഗികൾ സൗഖ്യമാകുന്നു, മുടന്തർ ചാടി എഴുന്നേൽക്കുന്നു. അത്ഭുതം കൊണ്ട് ജനം കൂട്ടമായി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നഷ്ടപ്പെട്ട സന്തോഷം പട്ടണത്തിലേക്ക് മടങ്ങി വരുന്നു. ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ട സന്തോഷം മടങ്ങി വരണമെങ്കിൽ ദൈവപ്രവർത്തനം കുടുംബങ്ങളിൽ വെളിപ്പെട്ടു വരണം, വ്യക്തികളിൽ വെളിപ്പെട്ടു വരണം, സഭകളിൽ വെളിപ്പെട്ടു വരണം. വിശ്വസിക്കുന്നവർ ആമേൻ പറയുക, ശബ്ദമുയർത്തി ആമേൻ പറയുക. ഞാൻ പറഞ്ഞു, ഇടകലർന്ന് വിത്ത് വിതയ്ക്കരുത്. സമരിയ പട്ടണത്തിന്റെ ഉണർവിന് വേണ്ടി സമരിയ സ്ത്രീയോടെ
ഭാവിയിൽ നടക്കുന്ന ഉണർവിനെ കാര്യം പറഞ്ഞു. പലരും പറയുന്നു ആദ്യം സുവിശേഷം എത്തിച്ചത് ഫിലിപ്പോസ് അല്ല, സമറിയ സ്ത്രീ അത്രേ. അവൾ പോയി നാട് മൊത്തം പറഞ്ഞു, നമ്മുടെ മധ്യത്തിൽ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു, അവൻ എൻ്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞു. അവൾ സുവിശേഷം എത്തിച്ചു, പക്ഷേ പട്ടണം വിടുവിക്കപ്പെട്ടില്ല. പട്ടണം വിടുവിക്കപ്പെട്ടില്ല. പക്ഷെ യേശുവിനറിയാം, വിത്ത് വിതച്ച കൊയ്ത്തിന് വേണ്ടി കാത്തിരിക്കണം, കാത്തിരിക്കണം. അവൻ കാത്തിരുന്നു. ഇനി ശ്രദ്ധിക്കുക, ഇങ്ങനെ കാത്തിരിക്കുന്ന അവസരത്തിലാണ് ഒരിക്കൽ യേശു യെരുശലേമിലേക്ക് പോകണം, യെരുശലേമിലേക്ക് പോകണം. പക്ഷേ ആദ്യം സമറിയയിൽ കയറിയിട്ട് യെരുശലേമിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സമര്യക്കാരെ യാക്കോബും യോഹനാനും യേശുവിന് വഴി ഒരുക്കാൻ വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ 51-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. യാക്കോബും യോഹനാനും, സമയം പോയ കാരണം ഞാൻ വേഗത്തിൽ പോട്ടെ. യാക്കോബും യോഹനാനും താൻ അവിടെ പോയി അവർ യേശുവിന് വഴിയൊരുക്കാനാ പോകുന്നേ. സമര്യക്കാർ പറഞ്ഞു, യേശുവിനെ ഇതിൻ്റെ അകത്ത് കയറ്റത്തില്ല, ഞങ്ങൾ ഈ പട്ടണത്തിൽ കയറാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. എവിടെയും യേശുവിന് സ്ഥലമില്ല. സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമോ കൈക്കൊണ്ടില്ല. യേശു ഒരു പട്ടണത്തിൽ പോയ അവിടുത്തെ പൈശാചിക ശക്തികൾ ഇളകും. അല്ലല്ല, ഭൂതങ്ങൾ വിട്ടുപോകും, രോഗികൾ സൗഖ്യമാകും, മന്ത്രവാദികൾ മന്ത്രവാദം നിർത്തി യേശുവിന് അടിയറ പറയും, അവരെ കച്ചവടം നഷ്ടപ്പെടും. ഭൂതഗ്രസ്തന്റെ ശരീരത്തിൽ ഇരിക്കുന്ന ഭൂതം വിട്ടുപോയ അവർ കണക്കൂട്ടി നോക്കുമ്പോ ഒരുവന് വിടുതൽ കിട്ടി, 50 പന്നികൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നീ ഞങ്ങളുടെ പട്ടണം വിട്ടു പോകണം. യേശുവിൻ്റെ സുവിശേഷമായി പോകുന്ന ദൈവമക്കൾ ഓർത്തോളണം, വിടുതൽ നടക്കുമ്പോൾ നിനക്ക് നേരെ പ്രശ്നങ്ങളും വരൂ. പക്ഷേ അല്ലല്ലോ, സ്തോത്രം. സമരിയക്കാർ പറഞ്ഞു, യേശുവിനെ പട്ടണത്തിൽ കേട്ടത്തില്ല. യാക്കോബിനും യോഹനാനും ദേഷ്യം പിടിച്ചു. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ പട്ടണം ആർക്കും വേണ്ട. അല്ലല്ലോ, അവർ മടങ്ങിച്ചെന്നു. യേശു, നമുക്കുള്ള സ്വഭാവമാണല്ലോ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി ആർക്കും കിട്ടണ്ട, ഞാൻ അനുഭവിച്ചില്ലെങ്കിൽ ആരും അനുഭവിക്കണ്ട. സ്വത്രം പറയാത്തപ്പം പിടികിട്ടി. എൻ്റെ സഹോദര, ഈ സ്വഭാവം ഒന്ന് മാറ്റണം. എനിക്കില്ലെങ്കിൽ ഇനി ആർക്കും വേണ്ട. യാക്കോബ് യോഹന്നാൻ അതേ സ്വഭാവം. കർത്താവിൻ്റെ അടുത്ത് പോയി, കർത്താവേ, ഏലിയാവ് സ്വർഗത്തിലിരുന്ന് തീ ഇറക്കിയതുപോലെ സമര്യ പട്ടണത്തിൽ തീ ഇറക്കാൻ അങ്ങേക്ക് മനസ്സുണ്ടോ? എന്താ കാരണം? ഇവന്മാരുടെ അഹങ്കാരം അടങ്ങണമെന്നേ. കർത്താവിന് വഴി തരത്തില്ല, അങ്ങോട്ട് കയറാൻ അനുവദിക്കത്തില്ല എന്ന് സ്വത്രം പറയുന്നേ. നിങ്ങൾ സ്വത്രം പറയണം. കർത്താവിനില്ലെങ്കിൽ ആർക്കും വേണ്ട, നശിക്കട്ടെ. ചിലർ അങ്ങനെയല്ല, മുടിഞ്ഞു പോകട്ടെ, നശിച്ചു പോകട്ടെ. അയ്യോ, എൻ്റെ പൊന്നു സഹോദര സഹോദരി, അങ്ങനെ ചെയ്യരുത്. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്പിരിറ്റ്. ആ സ്വഭാവം അതൊരു ദുരാത്മാവാണ്. യേശു പറഞ്ഞു, യേശു അവരെ ശാസിച്ചു. യേശു അവരെ ശാസിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 55 56 നോക്കിയേ, ഒന്ന് വായിച്ചേ. 9-ാം അധ്യായത്തിന് 55 56. 55. അവൻ തിരിഞ്ഞവരെ ശാസിച്ചു. അവൻ തിരിഞ്ഞു അവരെ ശാസിച്ചു. യേശു ശാസിച്ചു. എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു. എന്നാ പറഞ്ഞു? നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന്. നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാ? ഈ സ്വഭാവം കാണിക്കുന്നവർ ഈ വാക്യം ഓർത്തിരിക്കണം. എനിക്കില്ലെങ്കിൽ ഇനി ആർക്കും വേണ്ട. കിട്ടാത്ത മുന്തിരി പുളി എന്ന് പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയില്ല പറയരുത്. യേശു പറഞ്ഞു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനമായിരിക്കുന്നു. സ്വത്രം. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് സ്പിരിറ്റ്. യേശു ഉണർവിന്റെ തീ ഇറക്കാൻ ഒരുക്കി വെച്ച പട്ടണമാണ് സമറിയ പട്ടണം. നാശത്തിന്റെ തീ ഇറക്കാൻ ശിഷ്യന്മാരെ, നിങ്ങൾ അതിന് കച്ച കെട്ടുമ്പോ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത് ഏതാത്മാവാ? Are you getting my point? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു കുടുംബം, ഒരു വ്യക്തി ഭാവിയിലേക്ക് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഉന്നതമാനതാണെങ്കിൽ അവരെ ശപിക്കാൻ ആർക്കും പ്രമാണം ഇല്ല. What kind of spirit? നിങ്ങൾ ഏത് ആത്മാവിന് അധീനമായിരിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ ശിഷ്യന്മാരെ,
ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ ന്യായമായ ചോദ്യമുണ്ട്. വാട്ട്സ് റോങ് വി ഡിഡ്? നമ്മളെന്നാ തെറ്റ് കാണിച്ചു? എടാ, നന്മ പറഞ്ഞതും കാര്യമില്ലയോ? എന്നെ എന്തൊരു വഴക്ക് പറയണു? ഞാൻ തെറ്റ് പറഞ്ഞോ? ശിഷ്യന്മാർ തെറ്റ് പറഞ്ഞോ? യാക്കോബ് യോഹന്നാൻ തെറ്റ് പറഞ്ഞോ? ഹലോ, നിങ്ങൾ എന്തെങ്കിലും പറ. തെറ്റ് പറഞ്ഞോ? പിന്നെ എന്തിനാ യേശു ശാസിച്ച്? അവർ ജഡത്തിൽ ചിന്തിക്കുന്നു, യേശു ആത്മാവിൽ ചിന്തിക്കുന്നു. അവർ ഇപ്പോഴത്തെ കാര്യം ചിന്തിക്കുന്നു, യേശു ഭാവിയിൽ നടക്കുന്ന ഉണർവിനെ ചിന്തിക്കുന്നു. നീ ഇപ്പോഴത്തെ നിലനിൽപ്പല്ല നോക്കേണ്ടത്, ഭാവിയിൽ നടക്കുന്ന ഉണർവാണ് നോക്കേണ്ടത്. മനസ്സിലാക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വിത്ത് നിങ്ങൾ പോസിറ്റീവ് തിങ്ക് ചെയ്യണം. ഭാവിയിൽ ദൈവം വലിയ കാര്യം ചെയ്യാൻ പോകുന്നു. ഐ നോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സഭയിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു. Don't ever speak any negative word against the church. സഭയ്ക്ക് നേരെ ഒരിക്കലും സംസാരിക്കരുത്, വ്യക്തികൾക്ക് നേരെ ഒരിക്കലും സംസാരിക്കരുത്. കാരണം ഇന്ന് കാണുന്ന അവസ്ഥയല്ല, നീ ഇന്നത്തെ അവസ്ഥ കാണുന്നു. അവൻ്റെ ഭാവി നീ അറിയുന്നില്ല, ആ വ്യക്തിയുടെ ഭാവി അറിയുന്നില്ല, ആ സഭയുടെ ഭാവി നീ അറിയുന്നില്ല, ആ പട്ടണത്തിൻ്റെ ഭാവി നീ അറിയുന്നില്ല. അങ്ങനെ വലിയൊരു സന്തോഷം പട്ടണത്തിലുണ്ടായി. ആ സന്തോഷം ഉണ്ടാകുന്നതിന് മുൻപേ ഇവരുടെ സ്വഭാവം നോക്കിയ അവർ ദൈവത്തെ ഭജിക്കുകയും അന്യ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്യുന്നവരാ. ഇത് കാണുമ്പോൾ ഏതവനും ശപിച്ചു പോകും, ഇവന്മാർ ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞു പോകും. പക്ഷെ യേശു പറഞ്ഞു, യേശു വന്നത് അല്ലല്ലേ കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനത്രേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. നാശത്തിൻ്റെ തീയല്ല, ഉണർവിൻ്റെ തീ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പട്ടണത്തിൽ ഭൂതശക്തികൾ വിട്ടുമാറണം. ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന പൈശാചിക ശക്തികൾ വിട്ടുമാറണം. ചിലതിനെ പാരലൈസ് ആക്കി, ചിലതിനെ ഹല്ലേലൂയ പാരലൈസ് ആക്കി, ചിലതിനെ മുടന്താക്കി, ചിലതിൻ്റെ സമാധാനം നശിപ്പിച്ചു. പക്ഷെ ഇന്ന് പകൽക്കാലം ഒരു ഉണർവ് പട്ടണത്തിൽ ദൈവം അയക്കുമെന്ന് പറഞ്ഞതാണെങ്കിൽ ആ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, വിത്ത് വിതയ്ക്കുക, കണ്ണുനീരോടെ വിത്ത് വിതയ്ക്കുക. ആർപ്പോട് നീ കൊയ്തെടുക്കുന്ന നാൾ വരുന്നുണ്ട്. എല്ലാ കണ്ണുകളടയട്ടെ, എല്ലാ നാവുകളും ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുടുംബത്തിൻ്റെ അകത്തൊരു ഉണർവ് നടക്കട്ടെ. നിൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു ഉണർവ് നടക്കട്ടെ. നിൻ്റെ പട്ടണത്തിൽ ഒരു ഉണർവ് നടക്കട്ടെ. വാ തുറന്ന് ശബ്ദമുയർത്തി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്നാട്ടെ പ്രാർത്ഥിക്കാൻ പോകുന്നു. വാ തുറന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ട്. പട്ടണത്തിന്മേൽ വ്യാപരിച്ചു നിൽക്കുന്ന പൈശാചിക മണ്ഡല് ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകാൻ. Come on, lift up your voice and pray. തമ്പുരാൻ ഈ പട്ടണത്തിൽ ഈ സഭയെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മളെ നെട്ടിട്ടുണ്ടെങ്കിൽ, ഈ പട്ടണത്തിന്റെ ഉണർവ് ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ പ്രാർത്ഥിച്ചാട്ടെ. ഇവിടെ ഇരിക്കുന്ന മുടന്തർ സൗഖ്യമാകൂ, തളർവാദക്കാർ സൗഖ്യമാകൂ, ഭൂതങ്ങൾ പുറത്തു പോകുന്നു, കുരുട്ട് കണ്ണുകൾ തുറക്കുന്നു, ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. കർത്താവേ, അങ്ങയുടെ തൃക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പട്ടണത്തിൽ വലിയൊരു സന്തോഷം ഞങ്ങൾ കാണാൻ കൃപ നൽകണമേ. ജനമന്ധകാരത്തിലിരുന്ന വെളിച്ചത്തിലേക്ക് വലിയൊരു വെളിച്ചം കണ്ടവരെ പോലെ കടന്നു വരാൻ 4 ദിക്കിൽ നിന്ന് കാറ്റടിച്ച ആത്മാക്കളെ ആലയത്തിൻ്റെ അകത്ത് കൊണ്ടുവരണമേ. ദൈവനാമം മഹത്വപ്പെടണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.